7-ാം അധ്യായം 36 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് വായിക്കാം. നിങ്ങളുടെ ബൈബിൾ തുറന്ന് സ്വസ്ഥമായ ഒരു ഇരിപ്പിടത്തിലിരുന്ന് ഈ വചനഭാഗങ്ങൾ എടുത്ത് വായിക്കുവാൻ ഞാൻ നിങ്ങളോട് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. ശിമോനെ, നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തിന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായികയാൽ അവൻ അവർക്ക് ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അധികം വിളിച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമളതൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേക പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ഉള്ളതുപോലെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഇപ്പോൾ അനേക വീടുകളിൽ ഇരുന്നു കൊണ്ട് ടെലിവിഷനിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്ക് വേണ്ടിയും യേശു കർത്താവിൻ്റെ പരമാധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ഈ വചനം ശ്രദ്ധിക്കുന്നതിന് ഏകാഗ്രതയും ആരോഗ്യവും നൽകണമേ. എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇവർക്ക് നൽകണമേ. ശരീരത്തിലും മനസ്സിലും അവരെ സൗഖ്യമാക്കണമേ. നിന്റെ വചനം ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, നാം തുടർച്ചയായി ദൈവവചനം ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ കേബിളിലൂടെ വന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളിത് ശ്രദ്ധിക്കുന്നതിൽ പ്രത്യേകം നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവവചനത്തിന് മാറ്റമില്ല. ഈ വചനം ഒരു കാലത്ത് സാധാരണക്കാർക്ക് ലഭിച്ചിരുന്നില്ല. ഇതിൻ്റെ മൂലഭാഷയിൽ നിന്ന് ഇത് തർജ്ജിമ ചെയ്യാതെ സാധാരണക്കാർക്ക് ഇത് ലഭ്യമല്ലാതെ ഒരു കൂട്ടം ആളുകളുടെ മാത്രം കയ്യിൽ ഒതുക്കി വച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ജനത്തോട് കരുണ തോന്നിയിട്ട് ഈ സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തി. ഇന്ന് മനുഷ്യൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ ബൈബിളുണ്ട്. മനുഷ്യൻ ഏതെല്ലാം ഭാഷ സംസാരിക്കുന്നു ആ ഭാഷയിലേക്കെല്ലാം ബൈബിൾ അതിവേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മലയാളത്തിലും ഈ പുസ്തകമെത്തി. ഈ പുസ്തകത്തിലെ വചനങ്ങൾ വേണ്ടതുപോലെ വായിക്കുവാനോ ഗ്രഹിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ തെറ്റാണ്. എന്നാൽ ഇപ്പോൾ ദൈവം തമ്പുരാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് തരുന്നത് നഷ്ടമാക്കാതെ നിങ്ങളിത് ശ്രദ്ധിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഒരിക്കൽ കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് നാം വായിക്കുന്നത് വളരെ ലളിതമായ ഒരു വേദഭാഗമാണ്. പല പല വേദഭാഗങ്ങൾ ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. ചിലതെല്ലാം അല്പം
കടുപ്പമുള്ളതായിരുന്നു, ചിലതെല്ലാം ലളിതമായിരുന്നു. ഇതാ നാം വീണ്ടും ഒരു ലളിത വേദഭാഗത്തിലേക്ക് വരികയാണ്. ഇത് യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ സംഭവിച്ച ഒരു പ്രത്യേക കാര്യമാണ്. ഇതിനകത്തു നിന്നുകൊണ്ട് ചില ആത്മീയ സന്ദേശങ്ങൾ, ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. യേശു ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. വാക്യം 36. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. യേശുവിനെ ക്ഷണിച്ചാൽ അവൻ വീട്ടിലേക്ക് വരും. ഒരു ക്രിസ്തീയ നേതാവിനെ നമുക്ക് വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ ഇന്നത്ര എളുപ്പമല്ല. കാരണം മനുഷ്യന് പരിമിതികളുണ്ട്. ക്രിസ്തീയ സഭയുടെ വളരെ ഉയർന്ന നേതൃസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണ വീടുകളിലെല്ലാം എത്താൻ കഴിയില്ല. അത് അവരുടെ കുറ്റമല്ല, അവരുടെ പരിമിതിയാണത്. അവർക്ക് ശാരീരികമായും മാനസികമായും അത്രയുമേ കഴിവുള്ളൂ. എന്നാൽ ലോകത്തിലുള്ള ഏത് ക്രൈസ്തവ നേതാവിനേക്കാളും വലിയവൻ നമ്മുടെ കർത്താവായ യേശു ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പോയി എന്നത് നമുക്കൊരു സന്തോഷം തരുന്ന വാർത്തയല്ലേ? യേശു ചുങ്കക്കാരനായ ഒരു മനുഷ്യൻ, അതെ സക്കായി, അവന്റെ വീട്ടിൽ യേശു പോയി എന്ന് മാത്രമല്ല രാവാർത്തു. മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ യേശു പോയി എന്ന് മാത്രമല്ല ഭക്ഷണം കഴിക്കുകയും അവിടെ വളരെ സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാ അന്നത്തെ സമൂഹത്തിലെ അല്പം പരിഷ്കൃതനായ മാന്യനായ ഒരു മനുഷ്യൻ, പരീശൻ, അവന്റെ വീട്ടിൽ യേശു ചെന്നു. പരീശൻ ആര്? പരീശൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാം. അന്നത്തെ യഹൂദ സമുദായത്തിലെ നവീകരണ വിഭാഗം. ഏത് മതവും കുറെ കഴിയുമ്പോൾ അധപ്പതിക്കുമ്പോൾ അതിനകത്തൊരു നവീകരണം, ഒരു പുനരുദ്ധാരണം, ഒരു ഉണർവിന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ യഹൂദ സമുദായത്തിലെ പുനരുദ്ധാരണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഗ്രൂപ്പാണ് വാസ്തവത്തിൽ പരീശന്മാർ. എന്നാൽ അവര് അമിതമായ കപടഭക്തിക്കാരായി പിന്നീട് അധപ്പതിച്ചു. അവർ മാത്രം വിശുദ്ധന്മാരാണെന്നും മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് ചില പ്രത്യേകതകളുണ്ടെന്നും അവർ അവകാശപ്പെടുകയും മതത്തിന്റെ ഒരു പ്രത്യേക വേലിക്കെട്ടുകൾ അവർ തന്നെ സൃഷ്ടിക്കുകയും ചെയ്ത് സമൂഹത്തിലൊരു പ്രത്യേക ഗ്രൂപ്പായി അവർ മാറി. അതിലൊരുത്തൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വാസ്തവത്തിൽ ഈ പരീശന്മാരാണ് പിന്നീട് യേശുവിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത്. അപ്പൊ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമൂഹത്തിൽ സ്ഥാനവും മാനവുമുള്ള ആളുകൾ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. കാരണം സമൂഹം അങ്ങനെയാണല്ലോ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. യേശുവിനെ ക്ഷണിച്ചു. ഞാൻ ഈ ഭാഗത്ത് ഒന്നാമത്തെ സന്ദേശം നിങ്ങളോട് പറയാം. നിങ്ങളുടെ വീട് ചെറുതാണെങ്കിലും, നിങ്ങൾ സാമ്പത്തികമായി കഴിവ് കുറഞ്ഞവനാണെങ്കിലും, നിങ്ങൾ ഒരുപക്ഷെ ദരിദ്രനോ കടഭാരമുള്ളവനോ, നിങ്ങളുടെ മക്കൾ രോഗികളോ വികലാംഗരോ പ്രശ്നങ്ങൾ നിറഞ്ഞവരോ ആയാലും വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ അവൻ വരും. മറ്റാരും വന്നില്ലെങ്കിലും യേശു വരും. അതെ, ഈ ഒന്നാമത്തെ സന്ദേശം നിങ്ങൾ മനസ്സിൽ കുറിക്കുക. നിങ്ങൾ ഇന്നൊരു ആവശ്യത്തിന്റെ മുഖത്തിരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഇന്നൊരു ദുഃഖത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഇന്നൊരു പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ, എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാൻ കഴിവുള്ള, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാ വിഷയത്തിന്മേലും പരമാധികാരമുള്ള കർത്താവായ യേശു നിങ്ങൾ ക്ഷണിച്ചാൽ വീട്ടിൽ വരും. തുടർന്ന് നാം കാണുന്നത്, അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ്
ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഇവിടെ മൂന്നാമതൊരു കക്ഷി രംഗത്ത് വരുന്നു. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ഒരു പരീശൻ, അവന്റെ പേര് ശീമോൻ, കർത്താവായ യേശു. ഇതാ മൂന്നാമതൊരു കക്ഷി, ഒരു സ്ത്രീ. അവിടെ വായിക്കുന്നത് ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ. ഈ സ്ത്രീ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. പാപിയായ സ്ത്രീ. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അവൾ ഒരു സാധാരണ പാപിയല്ല, ഫേമസ് പാപിയാണ്. അതും പട്ടണത്തിലെ ഫേമസ് പാപി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണും. വളരെ വൃത്തികെട്ട ജീവിതത്തിന്റെ ഉടമയാണ് ഈ സ്ത്രീ എന്ന് വ്യക്തം. അപ്പോൾ നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് പോവുകയാണ്. സമൂഹത്തിലെ മാന്യന്മാരും പരിഷ്കൃതരുമായ ആളുകളുടെ വീട്ടിൽ മാത്രമല്ല യേശു പോണത്, ആര് ക്ഷണിച്ചാലും പോകും. ഇവിടെ ഇതാ പരീശന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ജീവിതത്തിനുടമയായ ഒരു സ്ത്രീ യേശു ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു. അപ്പോൾ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിന് സ്വാധീനമുണ്ട്. എല്ലാ മൂലയിലും അവന്റെ കണ്ണ് ചെല്ലുന്നു. എല്ലാവർക്കും അവനെ തൊടാൻ സാധിക്കും, എല്ലാവർക്കും അവനെ കാണാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അംഗീകരിക്കാൻ മേലാത്ത ആളുകളെയും യേശു അംഗീകരിക്കും. ശ്രദ്ധിക്കുക, ഈ സ്ത്രീയെ ക്ഷണിച്ചിട്ട് വന്നതല്ല, യേശു ഉള്ളത് കൊണ്ട് വന്നതാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ സ്ത്രീയെ അംഗീകരിക്കാൻ ആ കാലത്ത് ആരും തയ്യാറല്ല, ഒരു വീട്ടുകാരും തയ്യാറല്ല. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് അവൾ ധൈര്യമായിട്ട് വന്നത്. അവൾക്ക് സമൂഹത്തിൽ വിലയില്ല, അംഗീകാരമില്ല. കാരണം അവളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്. അവളുടെ പേര് തന്നെ പാപിനി എന്നാണ്. എന്നിട്ടും അവൾ ആ വീട്ടിലേക്ക് ധൈര്യമായിട്ട് വന്നത് യേശു ഉള്ളത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, യേശുവിന്റെ സാന്നിധ്യം ഏത് മനുഷ്യനും ആശ്വാസം തരുന്നതാണ്, ധൈര്യം തരുന്നതാണ്. നിങ്ങളെ സമൂഹം അംഗീകരിച്ചില്ലെങ്കിലും കർത്താവ് അംഗീകരിക്കുന്നു. പക്ഷേ ഞാനൊരു മറുവശം കൂടെ പറയാം. കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിനെ ബഹുമാനിക്കുന്നവർ, യേശുവിനെ അംഗീകരിക്കുന്നവർ, യേശു അംഗീകരിക്കുന്നവരെയും കൂടെ അംഗീകരിക്കണം. ഒന്നുകൂടെ പറയാം. യേശുവിനെ സ്നേഹിക്കുകയും യേശുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവർ യേശു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം, യേശു അംഗീകരിക്കുന്നവരെ അംഗീകരിക്കാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു പരീശൻ ആകാൻ പോവുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് അവൾ അവിടെയുള്ള മനുഷ്യരെ ആരെയും പരിചയപ്പെടാൻ നിന്നില്ല. അവൾ രാഷ്ട്രീയം പറഞ്ഞില്ല, അവൾ പരദൂഷണത്തിന് ഏർപ്പെട്ടില്ല, കുശലപ്രശ്നം നടത്തിയില്ല. അവൾ എന്തു ചെയ്തു? വാക്യം 37. അവൾ അറിഞ്ഞാണ് വന്നത്, യേശു ഉണ്ടെന്ന് അറിഞ്ഞു വന്നു. ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഈ സ്ത്രീ വന്നിട്ട് കരയുകയാണ്. യേശുവിന്റെ പുറകിൽ നിന്ന് അവൾ കരയുകയാണ്. അവൾ കുറെ നേരെ കരഞ്ഞു. അവളുടെ കയ്യിലൊരു ഭരണിയുണ്ട്. ആ ഭരണിയിൽ പെർഫ്യൂമാണ്, വളരെ വില കൂടിയ തൈലമാണ്. കുറെ നേരം കരഞ്ഞു. ആരും ഒന്നും മിണ്ടുന്നില്ല. അവൾ കുറെ നേരം കരഞ്ഞു. അവളുടെ കണ്ണുനീർ യേശുവിന്റെ കാലിലേക്ക് വീണുകൊണ്ടിരുന്നു.
ആ കാൽ പുറകോട്ട് മടക്കി കാലിട്ട് ഇരിക്കുന്ന രീതിയാണ് അവിടെ. പുറകിൽ നിന്ന് കരയുമ്പോൾ കാലിൽ കണ്ണുനീര് വീഴാവുന്ന പോലെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഊഹിക്കുക. അങ്ങനെ യേശു ഇരിക്കുന്നു, ഇവൾ പുറകിലിരുന്ന് കരയുന്നു. ഇവളുടെ കണ്ണുനീർ മിശിഹാ തമ്പുരാന്റെ പൊന്നുപാദത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഏതോ പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: യേശു ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ ആ സ്ത്രീ കണ്ണുനീര് കൊണ്ട് കഴുകിയ സ്ഥാനത്ത് എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ്റെ പാദങ്ങളെ കഴുകുമായിരുന്നു. അത്രമാത്രം യേശു വലിയവനാണ് എന്ന് ലോകം ബഹുമാനിക്കുന്ന വിവേകാനന്ദ സ്വാമി പറഞ്ഞതായി ചരിത്രമുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ചിലർക്ക് യേശുവിന്റെ വലിപ്പം അറിയില്ല. യേശുവിനെ പുച്ഛിച്ചും തരം താഴ്ത്തിയും അവഹേളിച്ചും അപമാനിച്ചും സംസാരിക്കുന്ന ചില ആളുകളൊക്കെ ഈ തലമുറയിൽ എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളത് ദുഃഖകരവും ഈ തലമുറയുടെ ശാപവുമാണ്. ബുദ്ധിയുള്ളവൻ, വിവരമുള്ളവൻ, വിവേകമുള്ളവൻ യേശുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയും അവനെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ പാവപ്പെട്ട സ്ത്രീ, അവൾ പാപിനിയാണെങ്കിലും ദരിദ്രയാണെങ്കിലും അവഗണിക്കപ്പെട്ടവളാണെങ്കിലും അവൾക്ക് യേശുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിച്ചു. അവൾ കരഞ്ഞു, 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 വളരെ നേരം കരഞ്ഞു. കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ കാല് നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഞാൻ ഈ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഈ പെട്ടെന്നൊന്ന് വായിക്കാം, ഇവിടെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. 50-ാം വാക്യം. യേശു തിരിഞ്ഞ് സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. വളരെ കരഞ്ഞുകൊണ്ടാണ് അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നത്. പക്ഷേ വളരെ സന്തോഷിച്ചുകൊണ്ടാണ് അവൾ തിരിച്ചുപോയത്. ഇന്ന് എന്റെ ഈ സന്ദേശം കേൾക്കുന്ന മാന്യ സഹോദരി, നീ ഇന്ന് വളരെ കണ്ണുനീരോടുകൂടിയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഈ സന്ദേശം തീരുമ്പോൾ നീ സന്തോഷിച്ചുകൊണ്ട് നീ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങും, നീ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങും. ഇത് നിങ്ങളോട് പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ തൊഴിലാളിയായിട്ടല്ല, ഇത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പലപ്പോഴും കരഞ്ഞുകൊണ്ട് യേശുവിന്റെ പാദപീഠത്തിൽ പോയിട്ട് സകല ദുഃഖങ്ങളും ഇറക്കി വെച്ച് സന്തോഷത്തോടെ തിരികെ വന്ന അനവധി അനുഭവങ്ങളുടെ പിൻബലത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കരഞ്ഞുകൊണ്ട് നീ യേശുവിന്റെ അടുക്കൽ വന്നാൽ സന്തോഷത്തോടെ അവൻ നിന്നെ മടക്കി അയക്കും. ഇന്ന് ഈ ടെലിവിഷൻ സെറ്റിന്റെ മുൻപിൽ നീറുന്ന ഹൃദയവുമായി, പുകയുന്ന മനസ്സുമായി, രണ്ട് കവിളിലൂടെയും കണ്ണുനീരൊഴുകുന്ന അവസ്ഥയിലാണ് നീ ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിനക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കണ്ണുനീര് കണ്ടാൽ മനസ്സലിയുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. അവൻ നിന്റെ മുൻകാല പാപങ്ങളോ അപ്പന്റെ പാപമോ അമ്മയുടെ ശാപമോ മന്ത്രവാദ ദോഷമോ പരിഗണിക്കുകയില്ല. സമൂഹം നിന്നെ എന്ത് വിലമതിക്കുന്നു എന്നത് എന്റെ കർത്താവിന് വിഷയമല്ല. പള്ളിയും പട്ടക്കാരനും നിന്നെ എങ്ങനെ കാണുന്നു എന്നതും യേശുവിന് വിഷയമല്ല. നിന്റെ കണ്ണുനീരിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അവന് കഴിയും. ഈ ഭൂമിയിൽ രക്തവും മറ്റു പലതും പരിശോധിച്ച് രോഗം നിർണയിക്കും. എന്നാൽ കണ്ണുനീർ പരിശോധിച്ച് ദുഃഖത്തിന്റെ ആഴം കണ്ടുപിടിക്കാൻ കഴിവുള്ള ആരും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ സഹതാപത്തിന്റെ കണ്ണുനീരുണ്ട്, കാര്യം കാണാനുള്ള കണ്ണുനീരുണ്ട്, കള്ള കണ്ണുനീരുണ്ട്, കപട കണ്ണുനീരുണ്ട്, സിനിമയിലെ കണ്ണുനീരുണ്ട്. എന്നാൽ യേശുവിന്റെ പാദപീഠത്തിൽ പശ്ചാത്താപത്തോടും നുറുക്കത്തോടും ആത്മഭാരത്തോടും ആവശ്യബോധത്തോടും കൂടെ നിലവിളിക്കുന്ന ഒരു ഭക്തന്റെ വേദനയുടെ വലിപ്പം അടുത്തറിഞ്ഞവനെ ആശ്വസിപ്പിക്കുവാൻ യേശു ഇന്ന് ജീവിക്കുന്നു. കരഞ്ഞുകൊണ്ടാണ് അവൾ വന്നത്.
അവളുടെ കരച്ചിൽ ചെറിയ കരച്ചിലായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ ആ വീട്ടിലേക്ക് വന്നിട്ട് ആരും അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല, ആരും അവളെ വിഷ് ചെയ്തില്ല, ആരും അവളെ സ്വീകരിച്ചില്ല. അതെ, അവൾ എല്ലായിടത്തും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവൾ കരയുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. അതെ, സ്ത്രീയെ, നീ വരേണ്ട സ്ഥലത്ത് വന്നിരിക്കുന്നു. നീ യഥാർത്ഥ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നീ ഈ കണ്ണുനീരുമായി, ഈ വേദനയുമായി ഇതിനു മുമ്പ് പോയ സ്ഥലങ്ങളിലൊന്നും യഥാർത്ഥ പരിഹാരമില്ല. ഇവിടെ സമ്പൂർണ്ണ പരിഹാരമുണ്ട്. ഇവിടെ നിന്റെ കണ്ണുനീർ അവസാനിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്റെ കരച്ചിൽ അവസാനിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്റെ അപമാനവും അപവാദവും അവസാനിക്കാൻ പോവുകയാണ്. യേശുവിന്റെ സന്നിധി ദുഃഖത്തിന്റെ അവസാനമായിരിക്കും. യേശുവിന്റെ സന്നിധി അപമാനത്തിന്റെ അവസാനമായിരിക്കും, വേദനയുടെ അന്തിമമായിരിക്കും. അതെ, അവൻ അവിടെ കാര്യങ്ങളെ തീർക്കുന്നവനാണ്. അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവന്റെ കാൽ നനച്ചു എന്ന് വായിക്കുമ്പോൾ വളരെ കൂടുതൽ അവൾ കരഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഞാനൊരു സുവിശേഷകൻ, പൊതുപ്രവർത്തകനായതിനാൽ വളരെ 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 വേദനിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവരോടൊപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതെ, എനിക്ക് വളരെ നന്നായിട്ടറിയാം കണ്ണുനീരിന്റെ മുൻപിൽ മനസ്സലിയുന്ന ഒരു കർത്താവിനെ, ഒരു യേശുവിനെ. ഈ ഭൂമിയിൽ ആർക്കും അത് കാണാനോ മനസ്സിലാക്കാനോ പോലും സമയമില്ലാതിരിക്കുമ്പോൾ, അവസരമില്ലാതിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങൾ ഇന്ന് കരയുന്ന ഒരു വ്യക്തിയാണോ? സ്ത്രീകൾ മാത്രമല്ല ഈ സമൂഹത്തിൽ കരയുന്നത്. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ പ്രോഗ്രാം കേട്ടിട്ട് എന്നെ വിളിച്ച ഓമന എന്ന സ്ത്രീ ടെലിഫോണിൽ കൂടെ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. എന്താണ് അവളുടെ പ്രശ്നം? മകളുടെ വിവാഹം. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ഗോപാലൻ. മകളുടെ വിവാഹത്തിന് വേണ്ടി ഉണ്ടായിരുന്ന വസ്തു വിറ്റു, കല്യാണം ഉറപ്പിച്ചു. സ്ത്രീധനം കൊടുക്കേണ്ട സമയമായപ്പോഴേക്കും അവിടെയും ഇവിടെയും അല്പം കടങ്ങൾ ഉണ്ടായിരുന്നു. വസ്തു വിറ്റതറിഞ്ഞ് കടക്കാർ ഓടി വന്നു. അവരുടെ കുറ്റമല്ല, അവർക്ക് അവരുടെ പൈസ കിട്ടണം. അവർ വന്ന് ആ പൈസയെല്ലാം നുള്ളി പങ്കിട്ടുകൊണ്ടുപോയി. ആ കുട്ടിയുടെ കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചു. പണം കൊടുക്കാനില്ല, വസ്തുവുമില്ല. കരഞ്ഞുകൊണ്ട് എന്നെ ടെലിഫോൺ ചെയ്തു. എനിക്ക് പണം കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല, എനിക്ക് നല്ല ഭൂമിയിൽ ആർക്കും കഴിയില്ല. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ടെലിഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അവർ എന്നോട് പറഞ്ഞത് അവരുടെ മനസ്സിനൊരു ധൈര്യവും ആശ്വാസവും ലഭിച്ചുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിനെ ആദരിക്കുന്ന ഒരു ലോകമല്ലിത്. അല്ല, കണ്ണുനീരിനെ ആദരിക്കുന്ന ഒരു ലോകമല്ല. പ്രസവിച്ച മാതാവ് കരഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ കരഞ്ഞാൽ മനസ്സിലാക്കാത്ത മാതാപിതാക്കൾ, സ്വന്തം ഭാര്യ, ഒരു കട്ടിലിൽ കിടക്കുന്ന ഭാര്യ, ജീവിത പങ്കാളി കരഞ്ഞാൽ അതിന് പുല്ല് വില കൊടുക്കാത്ത ഭർത്താക്കന്മാരുള്ള ഈ ലോകം, കണ്ണുനീരിനെ ആദരിക്കാത്ത, മനസ്സിലാക്കാത്ത ഈ ലോകത്ത് എനിക്കിന്ന് ഈ സുവിശേഷ യോഗത്തിൽ, ഈ ടെലിവിഷനിലൂടെ ലോകത്തോട് ശക്തമായി പറയുവാൻ ഒരു സന്ദേശമുണ്ട്. കണ്ണുനീരിനെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്, അവനാണ് കർത്താവായ യേശു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരൂ. കണ്ണുനീര് വീഴേണ്ടത് യേശുവിന്റെ കാലിലാണ്. നിന്റെ കണ്ണുനീർ കഴിഞ്ഞ കാലങ്ങളിൽ വീഴേണ്ടിടത്തല്ല വീണത്. യേശുവിന്റെ പാദത്തിൽ നിന്റെ കണ്ണുനീർ തുള്ളി വീഴട്ടെ. പരിഹാരം വന്നു കഴിഞ്ഞു. നീ പരിഹാരം പ്രാപിച്ചു തന്നെ മടങ്ങും. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുടെ മുമ്പിൽ ഇനി കരയണ്ട, പുരോഹിതന്റെ മുമ്പിൽ ഇനി കരയണ്ട, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇനി കരയണ്ട, ഭർത്താവിന്റെ മുമ്പിൽ ഇനി കരയണ്ട. ഇപ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കൂ, വിശ്വസിക്കൂ. കർത്താവായ യേശുവിന്റെ കാലിലേക്ക് നിന്റെ കണ്ണുനീർ തുള്ളികൾ വീഴട്ടെ. അവന്റെ ബലമുള്ള കരം നീട്ടി നിന്നെ തൊട്ട്
ഈ സമയം ആശ്വസിപ്പിക്കുകയും നിനക്ക് രോഗശാന്തിയും സൗഖ്യവും വിടുതലും തരുമെന്ന് അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരാണ്. ഞാൻ യേശു കർത്താവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ തന്ന അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറഞ്ഞല്ലോ, അവിടുന്ന് 2 or 3 പേർ കൂടിയാൽ നടുവിൽ വരുമെന്ന്. അവിടുന്ന് മാറ്റമില്ലാത്തവനാണെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അന്ന് ആ സ്ത്രീയുടെ കണ്ണുനീർ കണ്ട് അവളെ ആശ്വസിപ്പിച്ച് അയച്ച ദൈവപുത്രൻ ഇന്ന് ഇവരുടെ കണ്ണുനീർ കാണുന്നുള്ളതിനാൽ സ്തോത്രം. ഇപ്പോൾ തന്നെ നിന്റെ കരം നീട്ടി ഇവരെ ആശ്വസിപ്പിക്കുമാറാകണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനായിട്ട് സ്തോത്രം. രോഗത്തിന് സൗഖ്യം നൽകിയതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭയത്തിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാമ്പത്തിക പ്രതിസന്ധിയിൽ വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി, 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 നന്ദി. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ആരെല്ലാം വേദനയോടെ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുത്തതിനായിട്ട് സ്തോത്രം.